ഇടയ്ക്കിൽ കുറച്ച് നേരം സംസാരിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ UK വന്നിട്ട് 1 ഇയർ ആവുകയാണ്. ഇന്ന് 1 ഇയർ ആകും. ഞാൻ രാവിലെ എണീക്കുന്നത് എൻ്റെ അമ്മയുടെ സ്റ്റാറ്റസും കണ്ടിട്ടാണ്. എന്തൊക്കെ ചോദിച്ചായിരുന്നു, മോനെ ഒരു ഫോട്ടോ അയച്ചതാ, സ്റ്റാറ്റസ് വേണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു എന്തിനാ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇല്ല, ഞാൻ അയച്ചു തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയച്ചൊന്നും കൊടുത്തില്ല. പുള്ളിക്കാരി തനിയെ ഒരു സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പോസിബിൾ ഞാനത് ഇവിടെ കാണിച്ചു തരാം ഗൈസ്. ലൈഫ് ഈസി ആയിരുന്നെന്ന് ചോദിച്ചാൽ ഈസി അല്ല. ആസ് ഞാൻ ഒരൊറ്റ മോളായിരുന്നു വീട്ടിലെ. ഡിഗ്രി വരെ വീട്ടിൽ തന്നെ നിന്ന് പഠിച്ച്, ഈവൻ എറണാകുളത്ത് അഡ്മിഷൻ കിട്ടിയിട്ട് പോലും എന്നെ എറണാകുളത്ത് പോകണ്ട, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം എന്ന് പറഞ്ഞ് എറണാകുളത്ത് പോലും എന്നെ വിടാതെ ഞാൻ ആലപ്പുഴ തന്നെ നിന്ന് പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ഒരാൾക്ക് UK വന്ന് ഒറ്റയ്ക്ക് നിന്ന് 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി എന്ന്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ബട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു പുറത്ത് വന്ന് എനിക്ക് ഹയർ സ്റ്റഡീസ് പുറത്ത് വന്ന് എനിക്ക് ഹയർ സ്റ്റഡീസ് പഠിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. സോ എൻ്റെ ആഗ്രഹത്തിന് ഇതൊന്നും വരുത്തരുതെന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മ കഷ്ടപ്പെട്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഞാൻ വലിയ പഠിപ്പി ആയതുകൊണ്ടൊന്നുമല്ല എന്നെ പുറത്ത് വിട്ട് മോളെ പഠിപ്പിക്കണം, അങ്ങനൊന്നുമല്ല. എൻ്റെ ആഗ്രഹം അങ്ങനെ ആയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എന്നെ പുറത്ത് വിട്ട് പഠിപ്പിക്കാൻ വേണ്ടി UK വിട്ടത്. അത്യാവശ്യം കടമൊക്കെ ഉള്ള ഒരു ബിലോ ആവറേജ് ഫാമിലിയാണ് എൻ്റെ. ബട്ട് സ്റ്റിൽ എൻ്റെ ആഗ്രഹത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ട് എൻ്റെ അമ്മ എന്നെ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ വന്ന ലൈഫ് ഈസി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഈസി അല്ല ഗൈസ്. ലൈഫ് ഒരിക്കലും നമ്മൾ ലൈക്ക് പ്രത്യേകിച്ച് ഞാൻ എന്ന് പറയുന്ന ആൾ കുറച്ച് അധികം പാമ്പേർഡായിട്ട് എന്ത് ചോദിച്ചാലും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അന്ന് വൈകിട്ട് കിട്ടുന്ന രീതിയിൽ വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ it was not that easy for me to fight against the loneliness. ഫസ്റ്റ് ഞാൻ UK വന്നത് ഒരു ഫാമിലിയിലോട്ടായത്. ലൈക്ക് ഒരു ഫാമിലിയുടെ വീട്ടിൽ ഒരു റൂമിലായിരുന്നു. സോ ലൈക്ക് അവരായിരുന്നു, they were 2 good people. എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ അടുത്തോട്ട് വന്നതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ UK വന്നിട്ടുള്ള ഫസ്റ്റ് സ്ട്രഗിൾസ് അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല. അവർ ഗ്രോസറീസ് മേടിക്കാൻ പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും. ലൈക്ക് ഇപ്പം ഇൻ ദ കേസ് എനിക്ക് ഫസ്റ്റ് 3 months എനിക്ക് ജോലി കിട്ടിയില്ലായിരുന്നു. ഞാനിവിടെ ജാനിൽ വന്നിട്ട് എപ്പോഴാണ് ഏപ്രിൽ ഹാഫിന് ആ ഒരു ടൈം ആയപ്പോഴാണ് എനിക്ക് ജോബ് കിട്ടിയത്. സോ അത്രയും നാൾ ഒക്കെ അവരെവിടെയെങ്കിലും പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും, അവരെവിടെയെങ്കിലും പുറത്തെവിടെയെങ്കിലും പോകുന്നെങ്കിൽ എന്നെയും കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു അവരെന്നെ. ലൈക്ക് ദേ വർ 2 good people ഫോർ മീ. അവരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് UK വന്നിട്ടുള്ള ലൈഫ് അത്ര സ്ട്രഗിൾ ലൈഫ് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവിടുന്ന് എനിക്ക് ജോലി കിട്ടി. ഫസ്റ്റ് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. സൂപ്പർ മാർക്കറ്റ് ഇൻ ദ സെൻസ് ഒരു ഇൻ്റർനാഷണൽ എല്ലാ ടൈപ്പ് ഓഫ് ഇത് കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ ഫസ്റ്റ് ജോലി ചെയ്യുന്നത്. അവിടെ നല്ല ഒരു സ്ഥലമായിരുന്നു. സ്റ്റിൽ അവിടുന്ന് മാറേണ്ടി വന്നു കുറച്ച് നാൾ കഴിഞ്ഞപ്പം. ഒരു 3 to 4 months കഴിഞ്ഞപ്പം അവിടുന്ന് മാറി ഞാൻ ഡൊമിനോസിൽ ജോലിക്ക് കയറി. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ ഫസ്റ്റ് വന്ന വീട്ടിൽ നിന്നും എനിക്ക് വീട് മാറിയിട്ട് വേറൊരു വീട്ടിലോട്ട് മാറി ഞാൻ. പക്ഷേ ആ വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞപ്പം ലൈഫ് വാസൻറ്റ്
ദാറ്റ് ഗുഡ് ദർ. പിന്നെ നമ്മൾ കാണുന്നത് പോലെയല്ല ആൾക്കാർ. ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ, എന്നെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവർക്ക് ഞാൻ എൻ്റെ 110% തിരിച്ചു കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ആളാണ്. ഞാൻ അവരെ വേറെ ഒരു രീതിയിലും ജഡ്ജ് ചെയ്യുകയോ അങ്ങനെയില്ല. പക്ഷേ എനിക്ക് അവരിൽ നിന്നൊരു ബാഡ് ഇംപ്രഷൻ വന്നാൽ അത് എൻ്റെ മുഖത്ത് ഞാൻ കാണിക്കുന്നത്. എനിക്കത് എങ്ങനെയാണത് ഒളിപ്പിച്ച് വെച്ചിട്ട് നിൽക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. സോ ഐ എം സംബഡി ഹൂ ഷോസ് എവറിത്തിങ് ഓൺ ദ ഫേസ്. ഇങ്ങനെ മുഖത്ത് ചിരിച്ചിട്ട് മനസ്സിൽ വേറെ ഒന്ന് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ വീട്ടിൽ എനിക്കത്ര ഒരു ഗുഡ് ഇതല്ലായിരുന്നു. കുറേ സാക്രിഫൈസസ് അനുഭവിച്ചിട്ടുണ്ട് അവിടെ. അപ്പം എനിക്ക് ആ വീട് അത്ര വലിയ എന്താണ് പ്ലീസിങ് അല്ലായിരുന്നു. ലൈക്ക് ഫസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ലൈക്ക് ഇൻ ബിറ്റ്വീൻ അവരുടെ ഞാൻ നിന്ന വീട്ടിലെ പുള്ളിക്കാരിയുടെ ഒരു ഇത് മാറി തുടങ്ങി. ആൻഡ് ഇറ്റ് വാസൻറ്റ് ദാറ്റ് ഗുഡ് വെൻ ഐ വാസ് ലീവിങ് ഫ്രം ദാറ്റ് പ്ലേസ്. പിന്നെ എനിക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ലൈക്ക് ഒരു 1 മന്തിനേക്ക് എനിക്കൊരു സ്ഥലം വേണമായിരുന്നു. ഇപ്പോൾ ഇവരുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നിന്നോ എന്നുള്ള രീതിയിലാണ് എന്നെ അവിടെ നിന്നോളം പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിർത്തിയത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് 1 മന്ത് കഴിഞ്ഞപ്പം ഇവർ വീട് മാറുവാണെന്നുള്ളൊരു സെറ്റപ്പ് വന്നു. സോ അവർ വീട് മാറുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഞാനും വീട് മാറിയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ആ ഒരു ഇടയ്ക്ക് എനിക്ക് ലൈക്ക് 1 മന്തിലേക്ക് ഒരു വീട് വേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ അവരുടെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലെ ചേച്ചിയായിട്ട് സംസാരിച്ച് പരിചയമായി. അപ്പം അവർ ആരുടെക്ക് നാട്ടിലോട്ട് പോകുമായിരുന്നു. നാട്ടിൽ പോകുന്നതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ അവരുടെയൊക്കെ ചോദിച്ചു, നിങ്ങൾ നാട്ടിൽ പോകില്ല? അവരുടെ വീട്ടിൽ അത്ര വലിയ സ്പേസ് ഉള്ളൊരു വീടോ അങ്ങനെയൊന്നും അല്ല. ലൈക്ക് ഇറ്റ്സ് ചെറിയൊരു സ്പേസാണ്. അവിടെ 2 പിള്ളേരും ഒക്കെ ഉണ്ട്. സോ അങ്ങനെ പറ്റില്ല. ലൈക്ക് ഞാനും കൂടെ ഉണ്ടെങ്കിൽ അത് കൺജസ്റ്റഡ് ആയിരിക്കും അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് 1 മാസത്തേക്ക് മതി. ലൈക്ക് 1 മാസത്തേക്ക് നമ്മളിപ്പോൾ ഇവിടെ ചെന്ന് ചോദിച്ചാലും നമുക്ക് വീട് കിട്ടില്ല ഇവിടെ. ഇല്ലെങ്കിൽ നമ്മൾക്കറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ മലയാളീസ് അങ്ങനെ ഏതെങ്കിലും ഇതാണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ആ ടൈമിലൊക്കെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലാസ്റ്റ് വ്ലോഗിലുണ്ടായിരുന്ന ആ ചേച്ചി ആ ടൈമിലൊക്കെ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒട്ടും ശരിയല്ലായിരുന്നു. പുള്ളിക്കാരി എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെയാണ് ഞാൻ ആ 1 മാസത്തേക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ച കണക്ക് ആ കുഞ്ഞായുള്ള അവരുടെ വീട്ടിലോട്ട് മാറി. അപ്പോൾ അവർ നാട്ടിൽ പോകുന്ന ആ സമയമുള്ളതുകൊണ്ട് എൻ്റെ ആ ടൈമിൽ അവിടെ നിന്നോളാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ നിൽക്കുന്ന ഒരു 15 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു. ബട്ട് സ്റ്റിൽ പിന്നെ ഒരു 15 ഡേയ്സിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരെന്നെ അവിടെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നേരെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് വന്നു. ഇപ്പം ലൈഫ് ഈസ് ഈസിയാണ് ഗൈസ്. എല്ലാം ആസ് ഇറ്റ് ഈസ് പോയിക്കൊണ്ടിരിക്കുക. കാരണം ആ ടൈമിലെന്നൊക്കെ പറയുന്നത് എനിക്ക് സ്ട്രഗ്ലിങ് പീരീഡ് കൂടുതലെന്ന് പറഞ്ഞാൽ ഞാൻ ലൈക്ക് 60% ഓഫ് മൈ ഫീസാണ് അടച്ചിട്ട് വന്നത്. അപ്പം ബാക്കി ഫീസ് അടയ്ക്കണം. ആ ടൈമിൽ ഫസ്റ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ജോലി മാറേണ്ടി വന്നു. അവിടുന്ന് ജോലി മാറിക്കഴിഞ്ഞിട്ട് പുതിയ സ്ഥലത്തോട്ട് ജോലി ചെയ്യാൻ നേരത്ത് ജോലി ചെയ്യുമ്പം ലൈക്ക് നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പേയ്മെൻറ്റിൻ്റെ ഹാഫ് പേയ്മെൻറ്റായി. സോ ഫീസ് അടയ്ക്കണം. ആ ടൈമൊക്കെ ആയപ്പോൾ കുറച്ച് സ്ട്രഗ്ലിങ് പീരീഡാണ്. നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല. ലൈക്ക് അങ്ങനത്തെ വീട് നോക്കിയെടുക്കണം, അത്രയും സ്പെൻഡ് ചെയ്യാത്തൊരു വീട് നോക്കിയെടുക്കണം, അങ്ങനെ കുറച്ച് ഇതുള്ളതുകൊണ്ട് ആ ടൈം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ ടൈമിൽ തന്നെയാണ് ഞാൻ ഈ വീട് മാറിയിട്ട് വീടിൻ്റെ കുറച്ച് ഇഷ്യൂസ് ആ വീട്ടിലുള്ള ആൾക്കാരുമായിട്ടുള്ള വീട്ടിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ വന്നതുകൊണ്ട് മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ അല്ലാത്തൊരു ടൈമായിരുന്നു. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം നോക്കി വായിക്കുന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടിലുള്ളത്. സോ അവരൊക്കെ നമുക്ക് ഒന്നും ഒളിപ്പിച്ച് വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വീട്ടിലും എല്ലാം അറിയാം. അപ്പോൾ ആർക്കൊക്കെ ഭയങ്കര ഇതാണ്. കാരണം എന്നെ അങ്ങനെ പാമ്പർ ചെയ്ത് വളർത്തിയൊരു സ്ഥലത്ത് നിന്ന് നമ്മളിപ്പം അത്രയും ഇത് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടല്ലോ.
ബട്ട് ബൈ ഗോഡ് ഗ്രേസ് ഇപ്പം എല്ലാം ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ പോയി ചെല്ലുന്നത് ഇപ്പോൾ UK അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രി ആവട്ടെ, നിങ്ങൾ ചെന്നെത്തിപ്പെടുന്ന ആൾക്കാർ, ഇഫ് യു ആർ going in between into a good group of people, you will be happy. നമ്മളിപ്പം എന്തൊക്കെ ഇഷ്യൂസ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലൈഫിൽ നടക്കുന്നുണ്ട് എങ്കിലും ഒരു ഗുഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ലൈഫ് വിൽ ബി സോ മച്ച് ബെറ്റർ എന്നാണ് ഞാൻ പറയത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഗുഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലോട്ടാണ് നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിൽ അത്രയും നമ്മൾ സഫർ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ബിക്കോസ് ദേ വിൽ ബി അറൗണ്ട് അസ് ടു മെൻ്റലി സപ്പോർട്ട്. എനിക്കിപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്സ് സർക്കിൾ തന്നെ എനിക്ക് ആ ടൈമിലും എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. പക്ഷേ ഇതെന്തായിരുന്നു വെച്ചാൽ, ഞാൻ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് കഴിയുക, ഞാൻ അങ്ങനെ തന്നെ ബസ് പിടിച്ച് അവിടെ പോകണം. എനിക്കൊരു 1.5 hours ബസ് ജേർണി ഉണ്ടായിരുന്നു. സോ അങ്ങനെ തന്നെ ബസ് പിടിച്ച് അവിടെ പോകാം. സോ എനിക്കിവിടെ എൻ്റെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ ബിൽഡ് ചെയ്തെടുക്കാനുള്ളൊരു ടൈം എനിക്ക് ഇല്ലായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് അപ്പം തന്നെ എനിക്ക് ബസ്, സോ ആ ബസ് ക്യാച്ച് ചെയ്ത് എനിക്ക് അപ്പം തന്നെ പോകണമായിരുന്നു. സോ ആ ഒരു സെറ്റപ്പിലായിരുന്നു എൻ്റെ ലൈഫ് അവിടെ താമസിക്കുന്നത്. സോ എനിക്ക് ആ ഒരു ഫ്രണ്ട് സർക്കിൾ അങ്ങനെ എനിക്ക് ആരുമില്ല. ഞാൻ ഫസ്റ്റ് പോയത് ഒരു ഫാമിലി എടുക്കലാണ്, ഒരു ഫാമിലി. അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ടിലുണ്ടല്ലോ, അവരുടെ കൂടെ. ഇപ്പം ഞാൻ അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പം ആ ഒരു ഇത് ഇല്ല. പിന്നെ സംസാരിക്കാൻ അങ്ങനെയൊന്നും ആൾക്കാരില്ല. നമ്മൾ ജോലിക്ക് പോകുമ്പം അവിടെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത്ര അവിടെ വെച്ചുള്ളതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വ്ളോഗിനകത്ത് ഞാൻ പെട്ടി കൊടുക്കാൻ വന്നതല്ലേ ഉണ്ണിച്ചേട്ടൻ്റെ കയ്യിൽ അവിടെ വെച്ചുള്ളൊരു സംസാരം. അപ്പം എൻ്റെ ആ ജോലി സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ളതാണ് ഉണ്ണിച്ചേട്ടനായിട്ടുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ കൂടുതൽ ഇപ്പോൾ ഞാൻ UK വന്നിട്ട് താങ്ക്ഫുൾ എന്ന് പറയുന്നത് ടു ദ ലേഡി ഐ ഷോഡ് ഇൻ ദാറ്റ് വീഡിയോ, മൈ സ്പെഷ്യൽ പേഴ്സൺ ഷമീമക്ക. അതിൻ്റെ ഒട്ടും അൺഫോർച്ചുനേറ്റ്ലി കണ്ട് സംസാരിക്കുന്നതെന്നൊക്കെ പറയില്ല, അങ്ങനെ കണ്ട് സംസാരിച്ചതാണ് ഞങ്ങൾ. ഒട്ടും ഇതല്ലാതെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ വന്നപ്പം പുള്ളിക്കാരി തമിഴ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തമിഴാണോ എന്ന് ചോദിച്ച് സംസാരിച്ചു തുടങ്ങിയതാണ് പുള്ളിക്കാരി. ദോസ് സോർട്ട് ഓഫ് പീപ്പിൾ ലൈഫിലില്ലായിരുന്നെങ്കിൽ മേ ബി നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോയാനെ. അതെ, ഭയങ്കര ഡൗൺ ആയിപ്പോയെ. ഞാൻ രണ്ടാമത് താമസിച്ചിരുന്ന വീട്ടിൽ എനിക്കൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്ന സമയത്തും ഞാനങ്ങനെ എനിക്ക് ഇഷ്യൂസ് ഉണ്ട്, ഇതുണ്ട്, എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറയും, ബട്ട് എൻ്റെ സങ്കടങ്ങൾ എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരി എനിക്ക് കണ്ടറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വളരെ ഇതാണ്. സോ ആ ഒരു പെർട്ടിക്കുലർ ആൾ ആ ടൈമിൽ ഇല്ലെങ്കിൽ നമ്മൾ മെൻ്റലി ഞാനെന്ന് പറയുന്ന ആൾ മെൻ്റലി പെട്ടെന്ന് ഡൗൺ ആയി പോയാനെ. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു മന്ത് താമസിക്കുന്നതെന്ന് പറഞ്ഞ വീട്ടിലെ അവരൊക്കെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് അവരൊരു കമ്പനിയാണ്. ഞാനും ആ ചേച്ചിയായിട്ട് നല്ലൊരു ബോണ്ടുണ്ട്. സോ ഞാനും ആ ചേച്ചിയും കൂടെ നല്ലൊരു ബോണ്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും സംസാരിക്കും. അപ്പോൾ എനിക്കത് ഓക്കെ ആയി. ഞാൻ ആ ഒരു ഇതിനകത്ത് ആ ഒരു ട്രോമയിൽ നിന്ന് ഞാൻ ഓക്കെ ആയി. പക്ഷെ ഇവിടെ ആൾക്കാർ കൂടുതലും പറയാണ്ട് ആൾക്കാരുമായിട്ട് കൂടുതൽ അങ്ങ് കയറി ഇൻവോൾവ് ആകരുത്, ആരങ്ങനെ പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യരുതെന്നൊക്കെ. പക്ഷെ എൻ്റെ ഇതങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കയറി ഇടപെടുമായിരുന്നു. ഇടപെടും എന്നല്ല, ഞാൻ അങ്ങനെ കയറി ട്രസ്റ്റ് ചെയ്ത് ഒരു റിലേഷൻഷിപ്പ് അവരായിട്ട് ബിൽഡ് ചെയ്യായിരുന്നു. ബട്ട് ദാറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ് തിങ് വൈ വി ആർ ഇൻ സംവെയർ. നമുക്കറിയാത്ത ആൾക്കാരുമായിട്ട് ആ ഒരു ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. നമ്മൾ അവരെ എടുത്ത് തലയിൽ വെക്കരുത്. പീപ്പിൾ വിൽ ചേഞ്ച് ഇൻ fraction of seconds. People will change. So my UK life in 1 year എന്ന് പറഞ്ഞാൽ
ഞാൻ എൻ്റെ ഒരു ലൈഫിലെ 3 months ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഇസ് ടു ഗുഡ്. എനിക്കങ്ങനെ ഞാൻ വീട് മാറി എന്നിട്ട് എനിക്ക് അങ്ങനെ ഹോം സിക്നെസ് അധികം ഉണ്ടായിട്ടില്ല. അധികം എന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും സർവൈവ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു. പിന്നെ നമ്മൾ ഫീസ് അടയ്ക്കാനുള്ള ഒരു ഇതും എല്ലാം കൂടെ ഉള്ള ആ ടൈമിലുള്ളൊരു ലൈഫിൻ്റെ റഷ് കൊണ്ടായിരിക്കും എനിക്കത് കൂടുതൽ എഫക്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ലൈഫ് എങ്ങനെയാണ് പോകണമെന്ന് ചോദിച്ചാൽ പീസ്ഫുൾ ആണ്. ഓക്കെ ആണ് ഗൈസ്. ഓക്കെ എന്ന് വെച്ചാൽ മച്ച് മോർ ഓക്കെ ആണ്. മിസ് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മിസ് ചെയ്യും. കാരണം എന്താണ്, 1 വർഷമായില്ലേ അമ്മേനെയും അപ്പനെയും ഉമ്മേനെയും അച്ഛനെ കണ്ട് 1 വർഷമായില്ലേ. സോ അതിൻ്റെ എന്തായാലും ഉണ്ട്. പിന്നെ ദ പീപ്പിൾ ഹൂ ലവ്, അവരെയും കണ്ട് കുറേ നാളായി. സോ അതെ, എപ്പോഴും ഞാനെന്ന് പറഞ്ഞ ഒരാൾ ആ ഒരു സറൗണ്ടഡ് ബൈ ദ പീപ്പിൾ ഹൂ ലവിൽ നിന്ന് ഒറ്റയ്ക്ക് ആരെയും അറിയാത്തൊരു സ്ഥലത്തോട്ട് വന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇതുണ്ട്. ബട്ട് സ്റ്റിൽ ഐ സർവൈവ് ഇൻ ദിസ്. ഐ നീഡ് ടു സർവൈവ് ഇൻ ദിസ് അല്ലേ. Need to look after the family as I am the only child who have to look after my family. So the only thing I have to say is, if you want to achieve something, we will be going through many things. അതെ. സോ എന്ത് നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിലും അത് നമ്മളുടെ കണ്ണിൻ്റെ മുന്നിൽ കാണില്ല. We have to find it out, go through many circumstances to come and reach out to those things. എല്ലാം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതേ കാണൂ ഈ ലോകത്ത്. ബട്ട് വി ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ് അല്ലേ. സോ ഈ ലോൺലിനെസ് എന്നില്ല ഗൈസ്. ഇപ്പം ഞാൻ ഒട്ടും ലോൺലിനെസ് അല്ല. ഞാനിപ്പം ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എങ്കിലും ഒട്ടും ലോൺലി അല്ല. ഈവൻ എനിക്ക് കുറേ സർക്കംസ്റ്റാൻസസ് എൻ്റെ ലൈഫിൽ നടക്കുന്ന ടൈമിലും ഞാൻ ലോൺലി ആണെന്ന് ചോദിച്ചാൽ നോ, ഞാൻ ലോൺലി എന്ന് ഞാൻ പറയില്ല. കാരണം മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു, പക്ഷേ ലോൺലി എന്ന് ഞാൻ പറയില്ല. ദ പീപ്പിൾ ഓർ ദ പേഴ്സൺ ഐ ലവ് വാസ് ഓൾവേസ് ബിഹൈൻഡ് മീ. എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ഒറ്റപ്പെടലെന്നല്ല, പക്ഷെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇതല്ലാത്ത ആ ഒരു സർക്കംസ്റ്റാൻസസിലൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. വേറെ ഒന്നുമില്ല. എൻ്റെ 1 year was good. If something happened in my past, that will be also for my good in the future എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഞാനതിനെ കാര്യമായിട്ട് എടുക്കാത്ത കാര്യങ്ങളാണ്. പിന്നെന്താ, നെക്സ്റ്റ് ഇയർ ഫിംഗേഴ്സ് ക്രോസ്ഡ് ഞാൻ നാട്ടിൽ പോകണം. എനിക്കെല്ലാവരെയും കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ അടക്കി വെച്ചിട്ട് നെക്സ്റ്റ് ഇയർ എല്ലാവരെയും കാണാൻ വേണ്ടി പോകും എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് ഗൈസ്. So I think I know my big videos, these big videos are not reaching to more people than my shorts. Also, most of the people who watch my video is my known subscribers who doesn't subscribe to the channel. So guys, please do subscribe and support to my channel, and I'll be putting more videos and shorts. I think my shorts are getting more reaches than my videos, so please do support in my long videos as well. That's it guys. That's my life in UK recap or something, whatever, for the last 1 year.
Thank you so much for watching. Have a good day or night or what time you're watching, I don't know. And thank you for watching, guys. See you next video.